യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനം കുറച്ച് ഇഞ്ചി നുരുനിര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് വയറ്റി അതിന് നല്ലോണം പൊടി ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ രുചി കാണുമല്ലോ. പിന്നെ 2 ക്യാരറ്റും 4-5 ബീൻസും 2 സവാളയും കൂടെ നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് നെയ്യ്, പിന്നെ ഉപ്പ്. അരി കഴുകി ഇങ്ങനെ തോരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇഞ്ചി വഴറ്റിയെടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് ഇഞ്ചി ഇടും. ഇഞ്ചി അങ്ങോട്ട് ഇടുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കാം. ഇഞ്ചി നല്ലോണം മൂത്തിട്ടുണ്ട്. ഞാൻ അരി അങ്ങോട്ട് ഇടുകയാണ്. 4 കപ്പ് അരിയാണ് എടുത്തത്. കുതിർത്തരിയാണ്. നല്ലോണം കുതിർത്തത് 20 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഊറ്റി എടുത്തതാണ്. 4 കപ്പ് അങ്ങോട്ട് നല്ലവണ്ണം വീട്ടി കൊടുക്കണം. നല്ലവണ്ണം ഈർപ്പം ഒന്ന് മാറണം. മാറിയിട്ട് 4 കപ്പ് അരിക്ക് 8 കപ്പ് ഗ്ലാസ് 8 കപ്പ് വെള്ളം എടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചാണ് ഒഴിക്കുന്നത് അരിയിൽ. അരി നല്ലവണ്ണം ഈർപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ച വെള്ളം 8 കപ്പ് വെള്ളം ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ്. നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, 8 മിനിറ്റ് മതി. അതുകൊണ്ട് അരി വെന്തോളും. ഒന്ന് ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 2 സ്പൂൺ ഉപ്പിട്ടേ. പിന്നെ നോക്കി എനിക്ക് 4 കപ്പ് അരിയുണ്ട്. അതുകൊണ്ട് ഉപ്പ് ഇത്തിരി വേണം. ഇനി അടച്ച് വയ്ക്കണേ. ഫ്രൈഡ് റൈസിൻ്റെ അരി പകുതി വെന്തോന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് പുതിനയിലയും 2 ഇലയും കൂടെ ഇട്ട് 3 ഏലക്ക എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വേവിക്കാം. 3 ഏലക്ക ഒന്ന് ഇളക്കി കൊടുത്ത്
അടച്ച് തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കും. നമ്മളെ ഫ്രൈഡ് റൈസ് പാകത്തിന് വെന്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളതല്ലേ പാകത്തിന് വെന്തിപ്പോൾ അത് ബീൻസും ക്യാരറ്റും സവാളയും കൂടെ വഴറ്റി വെച്ചതാണ്. അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇട്ട് 3 മുട്ട, നല്ല മുളകും ശകലം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ്. അത് ഇതിനകത്തിട്ട് ഇളക്കി യോജിപ്പിച്ചു. ചെറിയ തീയിലാണ് കിണ്ടണത്. വലിയ തീ കൂട്ടി വെച്ചാൽ അത് ചിലപ്പോൾ അടിയിൽ പിടിച്ച് പോകും. അതുകൊണ്ടാണ് ചെറിയ തീ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതെല്ലാം അതുപോലെ പിടിക്കട്ടെ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. എല്ലാം കറക്റ്റായിട്ടുണ്ട്. എല്ലാം കറക്റ്റായി. എല്ലാം നല്ല എല്ലാം ആവശ്യത്തിന് ചോറ് വെന്തിട്ടുണ്ട്. ശകലം ഒന്ന് ഉപ്പുണ്ടാകും നോക്കാം. കറക്റ്റ് ഉപ്പ് എല്ലാം ആയി. ഫ്രൈഡ് റൈസ് അപ്പോൾ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാൻ വേണ്ടി ഒരു 8-10 ചിക്കൻ പീസ് എടുത്ത്, അപ്പോൾ അതിന് അത് പിന്നെ ഫ്രൈ ചെയ്യാനാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് കരിവേപ്പിലയും 4-5 വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി. ഇതൊന്ന് പേസ്റ്റ് ആക്കണം. അപ്പോൾ ഒന്ന് പേസ്റ്റ് ആക്കട്ടെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടെ ചതച്ചെടുത്ത് ഇനി അതിന് വേണ്ടുന്ന ഇത് കുറച്ച് മതി. കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി 5 മിനിറ്റ് നേരം വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് വറുക്കാം. പുരട്ടി വെച്ച് 6-7 മിനിറ്റ് ആയി. അപ്പോൾ ഇതിനെ ഞാൻ കുക്കറിൽ വെച്ച് ആവി കയറ്റാൻ പോവാണ്. എന്നിട്ട് വറുക്കുമ്പോഴത്തേക്ക് അധികം എണ്ണയാവില്ല, അധികം എണ്ണ പിടിക്കുകയില്ല. ഒരു വിസിൽ വന്നാൽ മതി.
ഒന്ന് ആവി കയറി. ആവി കയറ്റിയ ചിക്കനാണ്. ഞാനത് ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നല്ലോണം ചൂടായി. കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കട്ടെ. ഓരോ പീസായിട്ട് ഇതെടുത്തിടുകയാണ് കേട്ടോ. നമ്മൾ ആവി കയറ്റി വെച്ച ചിക്കൻ ഇത് കുറച്ച് പുതിനയിലയും വെന്തയിലയും കൂടെ ഇടണം. എന്തിനാന്ന് വെച്ചാൽ നല്ല മണം കിട്ടും ഇത് ഇടുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ്. പോട്ട് മറിച്ച് ഇടാം. ഈ ഒന്നും കൂടെ ഇളക്കി തിരിച്ചിടാണ്. നല്ലവണ്ണം മൂടി അല്പം കൂടെ ഒന്ന് മൂത്തിട്ട് കോരി മാറ്റാം. ഇത് നമ്മളെ ഫ്രൈ റെഡിയായ ബാക്കി അതും കൂടെ കോരിയെടുക്കുകയാണ്. എല്ലാം നല്ല മൂത്ത്. അടുത്ത് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ഈ വറുത്ത എണ്ണയിൽ തന്നെ ഇട്ട് മൂപ്പിക്കുകയാണ്. ഈ സവാള നല്ലോണം മൂത്ത്. അപ്പം നേരത്തെ നമ്മൾ കുക്കറിൽ ആവി കയറ്റിയില്ലേ, ചിക്കൻ ആവി കയറ്റിൻ്റെ ചാറും കൂടെ ഇതിൽ ആഡ് ചെയ്ത് ഇതൊരു ഗ്രേവി ആക്കി എടുക്കാം. വെറുതെ അത് കളയണ്ടല്ലോ. ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഗ്രേവി റെഡിയായിപ്പോൾ അപ്പോൾ അത് ഇതിലോട്ട് കോരി തട്ടത്ത് വയ്ക്കാം. ഇത് ആവശ്യമുള്ളവർക്ക് കഴിക്കാം. ഈ ഗ്രേവി നമുക്ക് കടയിൽ നിന്നൊക്കെ ഗ്രേവി കിട്ടില്ല, അതുപോലെ നല്ല ടേസ്റ്റിയായ ഗ്രേവിയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ആയിട്ടൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഗ്രേവി കൂടെ വയ്ക്കാം, ഇഷ്ടമുള്ളവർ കഴിക്കും. അച്ചാറ്, പപ്പടം, സലാഡും കൂടെ എടുക്കാം.
ഇന്നത്തെ ഉച്ചത്തെ ഊണിന് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈ, പപ്പടം, സലാഡ്, നാരങ്ങാച്ചാറ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കേ.